ഹലോ നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ച് ടു ഡു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ആ ഫോമിൽ കൊടുത്ത ഡാറ്റാസ് നമുക്ക് ഡാറ്റാബേസിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുകയും അതേപോലെ തന്നെ ആ ഡാറ്റാബേസിൽ ആഡ് ചെയ്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ആ ടു ഡു പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഒരു പ്രൊജക്റ്റിൽ ചെയ്തതാണ്. പുതിയതായിട്ട് നമ്മളൊന്നും ഇതിൽ പറയുന്നില്ല. എന്നാലും നമുക്ക് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ആവശ്യമായിട്ടുള്ള ആ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആപ്സിൻ്റെ ഉള്ളിൽ ആപ്പ് ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ആപ്പ് ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. forms.py എന്ന പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് forms.py. ഓക്കെ, ഈ ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രം ജാങ്കോ ഇമ്പോർട്ട് ഫോംസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ആ മോഡലിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽ ഇമ്പോർട്ട് ടു ഡു എന്നാണ് നമ്മുടെ മോഡലിൻ്റെ പേര്, അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ്, അതിനുശേഷം ക്ലാസ്സിൻ്റെ പേര് ഞാൻ ടു ഡു ഫോം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫോംസ്. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് ഫോംസ് ഡോട്ട് മോഡൽ ഫോം, മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് മോഡൽ ഫോം എന്ന് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ അഗെയിൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വന്ന് ക്ലാസ്, എന്നിട്ട് അതിന് ശേഷം ആ ക്ലാസ്സിൻ്റെ പേര് മീറ്റ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഏത് മോഡലാണോ ഇവിടെ യൂസ് ചെയ്യുന്നത് ആ മോഡലിൻ്റെ പേര് നമുക്കിവിടെ ചേർത്തു. മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത് ടു ഡു ആണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫീൽഡ് എന്ന് ചേർത്ത് കൊടുക്കാം. ഏതൊക്കെ ഫീൽഡ്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫീൽഡും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം? ഫീൽഡ് എന്നുള്ളിടത്ത് ജസ്റ്റ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റിൽ മാത്രമാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ കൊടുക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ ഇട്ടതിന് ശേഷം ഡബിൾ അണ്ടർസ്കോർ ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ഓൾ എന്നും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് നമുക്ക് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതിന് അടിസ്ഥാനത്തിലാണോ നമുക്ക് ചെയ്യുന്നത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് നമുക്കിവിടെ വന്ന് വിഡ്ജറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. വിഡ്ജറ്റ്സ് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വിഡ്ജറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ വന്ന് ഫ്രം ഡോട്ട് ഫോംസ്, അതിനുശേഷം ഇമ്പോർട്ട്, നമുക്കിവിടെ വന്ന് ടെക്സ്റ്റ് ഫ്രം ജാങ്കോ ഡോട്ട് ഫോംസ് ഡോട്ട് ഇമ്പോർട്ട്, എന്നിട്ട് നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ഫീൽഡാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ടെക്സ്റ്റ് ഫീൽഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വിഡ്ജറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ, നമ്മളെ ഹെഡിങ്ങിൻ്റെ പേര് ടൈറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിക്ഷണറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ടൈറ്റിൽ, എന്നിട്ടൊരു കോളൻ ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ആ ഇൻസേർട്ട് ചെയ്ത ആ ടെക്സ്റ്റ് ഫീൽഡ് എന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് ചേർത്തിന് ATTRS എന്ന് ചേർത്തതിന് ശേഷം ഒരു ഈക്വൽ ടു ഇടുക. അതിനുശേഷം എഗെയിൻ ഇതിൻ്റെ ഉള്ളിലൊരു ലിസ്റ്റ് കൂടി നമുക്കിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്ത അതേ ഡീറ്റെയിൽസാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം? കോപ്പി ചെയ്തെടുക്കാം. എന്തൊക്കെ കാര്യങ്ങളാണോ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമുക്കിവിടെ വന്ന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ ഫോമിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ടൈപ്പ്, ഇതൊരു ഡിക്ഷണറി ആക്കി മാറ്റുക, കോമ ഇടുക. അതിനുശേഷം എഗെയിൻ ഒരു കോമ ഇട്ടതിന് ശേഷം ഇവിടെ വന്ന് അടുത്തത് ക്ലാസ്. ഓക്കെ, എല്ലാം ഡബിൾ ഓർ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഡബിളോ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ചേർക്കാം. അതേപോലെ ക്ലാസ് എന്ന് ചേർത്തു.
അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലാസ് എഗെയിൻ ഇവിടെ വന്ന് ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്താണോ അതിൻ്റെ ക്ലാസ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ കോപ്പി ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബട്ടണാണ് കോപ്പി ചെയ്തിരിക്കുന്നത്, നമുക്കിവിടെ വന്ന് ഫോമാണ് വേണ്ടത്. അപ്പോൾ എഗെയിൻ ഒന്നുകൂടി നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, എഗെയിൻ വീണ്ടും ഇവിടെ വന്ന് ആഡ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്ത് എഗെയിൻ ഒന്നുകൂടി പേസ്റ്റ് ചെയ്യാം. ഈ ടൈപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്യാം. ഡബിൾ ഓർ സിംഗിൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ വന്ന് എഗെയിൻ ഒരു കോളൻ ഇടുക. അതിനുശേഷം ടെക്സ്റ്റ് എന്നിട്ട് കൊടുത്തു, ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്ക് ക്ലാസ് ആണ് വേണ്ടത്. അപ്പോൾ എഗെയിൻ ക്ലാസ് എന്നുള്ളത് നമുക്കിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഡബിൾ കൊട്ടേഷൻ ഇട്ടു. എഗെയിൻ ഒരു കോളൻ ഇടുക. എന്നിട്ട് അതിന് നമുക്ക് ഇവിടെ വന്ന് ഫോം കൺട്രോളർ എന്ന് ചേർത്തു. ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് പ്ലേസ് ഹോൾഡർ എന്ന് ചേർത്തു. ഇതും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാക്കി എഴുതിന് ശേഷം ഒരു ഡിക്ഷണറി ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം എഗെയിൻ നമുക്കിതൊന്നും കൂടി സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പേജിലേക്ക് നമുക്ക് ആ ഫോം ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഫോംസ് എന്നിട്ടതിന് ശേഷം ആ ഫോമിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഈ രണ്ട് കോളൻ ഇടുക, എന്നിട്ട് ഫോംസ് എന്ന് ചേർക്കുക. ഡോട്ട് അതിൻ്റെ പേര് എന്ന് പറയുന്നത് നമുക്ക് ടൈറ്റിലാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇത്രമാത്രം കൊടുത്താൽ നമുക്കതിവിടെ വരില്ല. അപ്പോൾ അതിവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് വ്യൂസിൽ പോയിട്ട് ആ ഫോമിന് ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ഫ്രം ഡോട്ട് അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫോംസ് ഇമ്പോർട്ട് മോഡൽ ടു ഡു ഫോം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോമിൻ്റെ പേര് ടു ഡു ഫോമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഫോം ഈക്വൽ ടു ഡു ഫോം ഇവിടെ വന്ന് ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം നമുക്ക് കണ്ടെക്സ്റ്റ് ഇപ്പം തന്നെ നമുക്ക് കണ്ടെക്സ്റ്റ് വെച്ച് ചെയ്യാം. കണ്ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് കണ്ടെക്സ്റ്റ്. എന്നിട്ട് ഇതിനൊരു ഡിക്ഷണറി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ഡിക്ഷണറീൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലൊരു ഫോംസ് എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് കോളൻ ഇട്ടതിന് ശേഷം മുകളിൽ കൊടുത്ത ആ ഫോം എന്നുള്ളത് ഇവിടെ ചേർത്തു. ഇനി ഈ കണ്ടെക്സ്റ്റിന് നമുക്കിവിടെ വന്ന് പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് കണ്ടെക്സ്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. കണ്ടെക്സ്റ്റ്, കോംപ്ലക്സ് അല്ല, കണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം എഗെയിൻ നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്തെങ്കിലും ഇതിൽ ചേഞ്ച് വന്നോ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഇത് പാസ്സായിട്ടില്ല. അപ്പോൾ CD എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ വന്ന് പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എഗെയിൻ ഒന്നുകൂടി നമുക്കിത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ടു ഡു ആണ്. അപ്പോൾ അഗെയിൻ അത് കൊടുക്കാം, ടു ഡു. ഓക്കെ, അഗെയിൻ ഒന്നുകൂടി നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടേക്ക് എറർ ഉണ്ട്, ആട്രിബ്യൂട്ട്സ് എന്നുള്ളതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോമിലേക്ക് തിരിച്ച് പോവാം. ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നതിന് പകരം ടൈം ഫീൽഡാണ് കൊടുത്തത്. അത് നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് എന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എഴുതിയാലുള്ള തെറ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ടൈം ഫീൽഡാണ് നമുക്ക് ആഡ് ആയത്. അപ്പോൾ ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് ചേർത്തു. എഗെയിൻ ഒന്നുകൂടി നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് എഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, പ്രോഗ്രാം റണ്ണായിട്ടുണ്ട്. നമുക്കവിടെ ആ ടെക്സ്റ്റ് ബോക്സ് വരുന്നുണ്ടോയെന്ന് നമുക്കിത് ഒന്നുകൂടി പ്രോഗ്രാം റൺ ചെയ്യിപ്പിച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കറക്റ്റാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാബേസിലേക്കായിട്ട് പോയി സ്റ്റോർ ചെയ്യണം. അതായത് ഇവിടെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാബേസിലേക്കായിട്ട് പോയി സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എഗെയിൻ നമ്മൾ പ്രോഗ്രാം ഓപ്പൺ ചെയ്തു. ഇവിടെ വന്ന് വ്യൂസിൽ പോവുക. അതിനുശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ആ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽസ്
മോഡൽസ്, അതിനുശേഷം ഇമ്പോർട്ട്, അതിനുശേഷം നമ്മൾ മോഡലിൻ്റെ പേര് ടു ഡു എന്നാണ്, അതിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം ഈഫ് റിക്വസ്റ്റ് പോസ്റ്റ്. ഇവിടെ ചേർത്ത് കൊടുക്കുക ഈഫ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ്. അതായത് റിക്വസ്റ്റ് നമ്മൾ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. അതായത് നമ്മൾ പോസ്റ്റ് എന്നുള്ള മെത്തേഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈഫ് എന്നിട്ടതിന് ശേഷം നമ്മൾ ആ കൊടുത്ത ഫോം ഈസ് വാലിഡ്, നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഫോം ഈസ് വാലിഡ്. ഓക്കെ, അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ റിക്വസ്റ്റ് ഫോം ആണെങ്കിൽ ആ ഫോമിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫോം എന്നുള്ളൊരു വേരിയബിളിലേക്കായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഫോം എന്നിടുക, അതിനുശേഷം നമുക്കിവിടെ വന്ന് ടു ഡു ഫോംസ് എന്ന് ചേർക്കുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ റിക്വസ്റ്റ് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. അതായത് ആ ഫോമിൻ്റെ ഉള്ളിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ആക്സസ് ചെയ്തെടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന് ഈഫ്, അതിനുശേഷം സ്പേസ് ഇടുക, എന്നിട്ട് ഇവിടെ വന്ന് ഫോം എന്ന് ചേർത്തു, എന്നിട്ട് ഈസ്, എന്നിട്ട് അണ്ടർസ്കോർ വാലിഡ്. അപ്പോൾ അടുത്ത നമ്മൾ ആ കൊടുത്ത ഫോം വാലിഡ് ആണെങ്കിൽ നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കണം ഫോം, എന്നിട്ട് അതിന് ശേഷം നമുക്കിവിടെ വന്ന് സേവ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് വീണ്ടും എഗെയിൻ ആ പേജിലേക്ക് തന്നെ നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇവിടെ കൊടുത്ത അതേ മെസ്സേജ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് എഗെയിൻ ഒന്നുകൂടി എഴുതാം. ഓക്കെ, നമ്മൾ ആ കൊടുത്ത ആ മെസ്സേജ് നമുക്ക് എഗെയിൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. അപ്പോൾ ഈ കണ്ടെക്സ്റ്റ് എന്നുള്ളത് നമുക്കിവിടെ കൊടുത്താൽ അത് എറർ ആയിരിക്കും വരിക. അപ്പോൾ ഈ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ടെക്സ്റ്റ് എന്നുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫോം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കുക, കണ്ടെക്സ്റ്റ് എന്നുള്ളത്. ഈ ഇൻഡൻറ്റേഷനൊക്കെ കറക്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് റണ്ണായിട്ടുണ്ട്. ഇനി ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു ടു ഡു ചേർക്കാം. മൈ ക്ലാസ്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ വന്ന് ആഡ് ചെയ്തു, സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ സബ്മിറ്റ് ഒന്നും ആവണില്ല. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ആവാത്ത കാരണം ഇത് നമുക്കൊരു ഫോമിലേക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അവിടെ ഒരു ഇത് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഫോമിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ഫോം എന്നിട്ടതിന് ശേഷം ആക്ഷൻ എന്നിട്ട് ഇവിടെ വന്ന് ആക്ഷൻ എന്നിട്ടതിന് ശേഷം ആക്ഷൻ നമ്മളിവിടെ ഒഴിവാക്കണം. ഫോം എന്നിട്ടതിന് ശേഷം മെത്തേഡ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഫോം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഈ ബട്ടൺ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ വന്ന് ഫോം ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിവിടെ വന്ന് CSRF ടോക്കൺ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഇട്ടതിന് ശേഷം CSRF അണ്ടർസ്കോർ ടോക്കൺ എന്ന് ചേർത്തു. എന്നിട്ട് ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. എഗെയിൻ നമുക്കൊന്നുകൂടി ഇത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു ഹലോ എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു, സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ആ കൊടുത്ത ഡാറ്റാസ് ഇപ്പോൾ ഡാറ്റാസിൽ പോയി സേവ് ആയി എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. എഗെയിൻ നമുക്ക് അഡ്മിൻ പേജിലേക്കൊന്ന് പോയി നോക്കാം. അഡ്മിൻ നമ്മൾ ആ കൊടുത്ത ടു ഡു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഹലോ എന്നുള്ള ടു ഡു ഇതിൻ്റെ ഉള്ളിൽ ആഡ് ആയിട്ടുണ്ട്. എഗെയിൻ നമുക്കൊന്നുകൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹായ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഹായ് എന്നുള്ള ഡീറ്റെയിൽസും വന്നോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യുന്ന ഡാറ്റാസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ താഴെ 1 by 1 ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആ മോഡലിനെ നമുക്കിതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ മോഡലിൻ്റെ ഒരു പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്, ടു ഡു എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു, അതിനുശേഷം നമുക്കിവിടെ വന്ന് ടു ഡു ക്ലാസ് നമ്മളെ മോഡലിൻ്റെ പേര് ടു ഡു എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഒബ്ജക്റ്റ് ആൾ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് അത് മുഴുവനായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ടു ഡു എന്നുള്ളതിലേക്ക് പാസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ടു ഡു എന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ വന്നൊരു കോളൻ ഇട്ടു. എന്നിട്ട് എഗെയിൻ ടു ഡു തന്നെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന്
ബൂസ്ട്രാപ്പിൽ പോയിട്ട് ബൂസ്ട്രാപ്പ് അലേർട്ട് എന്നുള്ള മെത്തേഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അലേർട്ട് എന്ന് എടുത്തു. അപ്പോൾ ബൂസ്ട്രാപ്പിൽ എങ്ങനെ അലേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്ക് ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിനാണ് അലേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് മോഡലിൽ അലേർട്ടാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറിലുള്ളതാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അലേർട്ട് സക്സസ് എന്നുള്ളത് ഇത് ഞാനിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മളെ പ്രോഗ്രാമിൽ ഇതിൻ്റെ താഴെ ഈ ഫോം കഴിഞ്ഞതിന് ശേഷം ഫോം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ അലേർട്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം എന്താണ് ഇവിടെ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അലേർട്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് എ സക്സസ് അലർട്ട് ചെക്ക് ഔട്ട് ഇറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർജിൻ ടോപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാർജിൻ ടോപ്പ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ MT എന്നിട്ടതിന് ശേഷം എത്രയാണോ അകലം വേണ്ടത് അത് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊരു 2 എന്നുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ മുമ്പിലായിട്ട് നമുക്കൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 4 എന്നിട്ടും ഒരു % ഇടാം, എന്നിട്ട് 4 എന്നിട്ടും അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ എ എന്ന് ഒരു വേരിയബിൾ കൊടുത്തു. ഇതന്നെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ വന്ന് ടു ഡു എന്ന് ചേർത്ത് കൊടുത്തു, സെമി കോളൻ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ടു ഡു എന്ന് പറയുന്നത് നമുക്ക് വ്യൂന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഈ വേരിയബിളാണ് ടു ഡു. അതായത് ഈ വാല്യൂ ആണ്, ഈ ലിസ്റ്റ് ഓഫ് വാല്യൂ ആണ് നമുക്കിവിടെ വന്ന് ഉപയോഗിക്കുന്ന ടു ഡു. അപ്പോൾ അതിൽ കിട്ടുന്ന ഓരോ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ടു, എന്നിട്ട് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിൽ ടൈറ്റിൽ എന്നുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് നമുക്കിത് എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ % ഇട്ടതിന് ശേഷം എൻഡ് 4 എന്നും ചേർത്ത് കൊടുത്തു. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ആ ടു ഡൂവിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മളിവിടെ വെച്ചു എഗെയിൻ നമുക്കൊന്നും കൂടി ലോഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്കിവിടെ ആഡ് ചെയ്യുന്ന ഡാറ്റാസ്, അതായത് ഈ ലിസ്റ്റിൽ കൊടുക്കുന്ന ഡാറ്റാസ് എങ്ങനെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നും ആ കൊടുത്ത ഡീറ്റെയിൽസിനെ നമുക്ക് എങ്ങനെ സ്ക്രീനിൽ ഇവിടെ വന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് വ്യൂസിൽ എങ്ങനെ നമുക്ക് ഒരു ഫോമിൽ സേവ് ചെയ്യേണ്ട ഡീറ്റെയിൽസുകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നും എന്നിട്ട് ആ പേജിലേക്ക് എങ്ങനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് ആ പേജിനെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം എന്നുമാണ്. അതേപോലെ തന്നെ നമ്മളിതിൽ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞത് എങ്ങനെ ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിച്ച കോഡിൻ്റെ എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗിറ്റാബ് റെപ്പോസിറ്ററി ഉണ്ട്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഉപയോഗിച്ച കോഡുകളൊക്കെ അതിൽ കമ്മിറ്റ് 2, അതായത് പാർട്ട് 2 എന്ന ഒരു കമ്മിറ്റിലാണ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.